എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പച്ചരിയൊക്കെ വീട്ടിലുള്ളവർ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. രാവിലെയൊക്കെ തിരക്കുള്ള സമയങ്ങളിൽ നമുക്ക് പച്ചരി കുതിർത്ത് വെച്ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് 1 ഗ്ലാസോളം വരുന്ന പച്ചരി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ടിട്ട് 4 മണിക്കൂർ കുതിർത്തെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ പച്ചരി നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതെ, നമ്മൾ ഇതുപോലെ വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പച്ചരിയുടെ തരികൾ അങ്ങോട്ട് പൊടിഞ്ഞു പോകണം കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നന്നായിട്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള പച്ചരിയാണിത്. അപ്പോൾ ഇത് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിലാണ് ഞാൻ പച്ചരി അളന്നെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് 1 ഗ്ലാസോളം വരുന്ന പച്ചരി. അപ്പോൾ അളവ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രയാണോ പച്ചരി ആവശ്യം അതിനനുസരിച്ചിട്ട് പച്ചരി കുതിർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു പച്ചരി നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിനു മുന്നേ നമുക്ക് ഈ ഒരു പച്ചരിയിലോട്ട് കറക്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വേവിച്ചെടുത്തിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് പച്ചരിക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ചോറ്. 1/2 ഗ്ലാസ് പച്ചരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചോറ് മതി കേട്ടോ. ഇനി 1.5 ഗ്ലാസ് പച്ചരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചോറെടുക്കാം. ആ ഒരു രീതി മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഈ അരിയും ചോറും കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഇനി ഇത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോവണ്ട. ഈ ഒരു അരി അരഞ്ഞു കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണ്ട കേട്ടോ. ഇത്തിരി തരികളോട് കൂടി വേണം നമ്മുടെ ഈ ഒരു റെസിപ്പിക്കുള്ള മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു അരിയെല്ലാം കൂടി ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ദോശമാവൊക്കെ അരച്ചെടുക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് മാവ് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല. അതേസമയം ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലൊക്കെ ഒരുപാട് അങ്ങോട്ട് കട്ടിയിലിരിക്കാനും പാടില്ല. കറക്റ്റ് ഇത് ഈ ഒരു പരുവം കേട്ടോ. പിന്നെ നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം. ഇനി ഇത് ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പാനിൽ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് ഒരു തവി മാവ് നമുക്ക് ഈ ഒരു ചൂടുള്ള എണ്ണയിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. എന്നിട്ട് 2 വശം നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ഇത് ഈ ഒരു പരുവം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അപ്പം എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ നമ്മൾ മുളകിട്ടൊക്കെ മീൻ വയ്ക്കുമല്ലോ, ആ ഒരു കറീൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല ചൂടോടുകൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയുടെ ഒന്നും ആവശ്യമില്ല, അത്ര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. പച്ചരിയൊക്കെ കുതിർത്ത് വെച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എളുപ്പമാണ് ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇതേ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ ബൈ.